ഈ വർഷം ഹജ്ജിനിടെ മരിച്ചത് 1301 തീർത്ഥാടകരെന്ന് സൗദി അറേബ്യ. മരിച്ചവരിൽ 83% പേരും അനധികൃത തീർത്ഥാടകരാണെന്നും എല്ലാവരെയും മക്കയിൽ തന്നെ കബറടക്കിയെന്നും അധികൃതർ. കനത്ത ചൂടാണ് പ്രധാന മരണകാരണം. ഈ വർഷം മക്കയിലെ താപനില 51.8 ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയർന്നിരുന്നു. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കടുത്ത ചൂടിൽ 1000-ലേറെ പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 10-ലേറെ രാജ്യങ്ങൾ ഹജ്ജിനിടെ തീർത്ഥാടകർ മരിച്ചത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും സൗദിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്രാദേശിക ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഈ വർഷം ഹജ്ജിനിടെ മരിച്ചത് 1301 തീർത്ഥാടകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇവരിൽ 83% അനധികൃത തീർത്ഥാടകരാണ്. കടുത്ത വെയിലിൽ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്നുവെന്നും പെർമിറ്റ് ഇല്ലാത്തതിനാൽ ഹജ്ജ് തീർത്ഥാടകർക്കായി ഒരുക്കിയ AC സൗകര്യങ്ങളിലൊന്നും ഇവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു. പ്രായാധിക്യമുള്ളവരും ഗുരുതര രോഗം ബാധിച്ചവരും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. മരിച്ച എല്ലാവരും തിരിച്ചറിഞ്ഞെന്നും ഇവരെ മക്കയിൽ തന്നെ കബറടക്കിയെന്നും മന്ത്രി അറിയിച്ചു. ഇക്കുറി 18,33,164 പേരാണ് ഹജ്ജിനെത്തിയത്. ഇവരിൽ 4,65,000 തീർത്ഥാടകർക്ക് ചികിത്സാ സേവനങ്ങൾ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൂര്യാഘാതം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ സൗദി സ്വീകരിച്ചിരുന്നു. തീർത്ഥാടകർക്ക് വെയിലിൽ നിന്ന് സംരക്ഷണം നൽകുകയും കുടിവെള്ള വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ചൂട് ഗണ്യമായി ഉയർന്ന ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയുള്ള സമയത്ത് കല്ലേറ് കർമ്മത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ജനം, സൗദി അറേബ്യ.